അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ലോകമെമ്പാടും ഭീഷണി ഉയർത്തിക്കൊണ്ട് ചെങ്കടലിനടിയിലൂടെ കടന്നുപോകുന്ന നിർണായകമായ 3 അന്താരാഷ്ട്ര കേബിളുകൾക്ക് തകരാർ സംഭവിച്ചു. ഈ കേബിളുകൾക്ക് സംഭവിച്ച കേടുപാടുകൾ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഇന്റർനെറ്റ് ഗതാഗതത്തെയാണ് പ്രധാനമായും ബാധിച്ചത്. ഇത് കാരണം ഇന്ത്യ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് വേഗത കുറയാനും തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ടെന്ന് സൈബർ ലോകം നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർ തങ്ങളുടെ ഉപഭോക്താക്കളെ തകരാറുകൾ ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നിലധികം റൂട്ടുകളിലൂടെ ഡാറ്റ ഗതാഗതം നടക്കുന്നതിനാൽ ഇന്ത്യയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും അധികൃതർ അറിയിച്ചു. ഈ തകരാറുകളുടെ കാരണം വ്യക്തമല്ലെങ്കിലും ഹൂതി വിമതരുടെ ആക്രമണമാണ് ഇതിന് പിന്നിലെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ കടലിനടിയിലുള്ള കേബിളുകൾക്കും ഭീഷണിയാണെന്ന് നേരത്തെ തന്നെ ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് കപ്പലുകൾ നങ്കൂരമിട്ടതുകൊണ്ടോ മനഃപൂർവ്വമുള്ള ആക്രമണങ്ങൾ മൂലമോ ആകാം എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. തകരാർ സംഭവിച്ച കേബിളുകൾ ഹൂതികളുടെ നയതന്ത്രത്തിലുള്ള പ്രദേശങ്ങൾക്ക് സമീപത്താണെന്നുള്ളതും സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാണ്. ഈ സംഭവത്തിന് പിന്നാലെ സൈബർ ലോകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ നെറ്റ്ബ്ലോക്സ് ഇന്ത്യയിൽ തടസ്സങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യൻ ടെലികോം സേവനദാതാക്കൾ ഈ റിപ്പോർട്ടുകൾ നിഷേധിച്ചു. ഭൂരിഭാഗം ഇന്ത്യൻ ഉപഭോക്താക്കൾക്കും വലിയ തടസ്സങ്ങൾ ഇല്ലാത്തത് രാജ്യത്തെ ഡാറ്റ ഗതാഗതം ഒന്നിലധികം സബ്സിഡി കേബിൾ നെറ്റ്വർക്കുകളിലൂടെ വികേന്ദ്രീകരിച്ച് നടക്കുന്നത് കൊണ്ടാണ്. തകരാർ സംഭവിച്ച ചെങ്കടൽ പാതയേക്കാൾ കൂടുതൽ മറ്റ് റൂട്ടുകളിലൂടെയാണ് ഇന്ത്യയിലേക്ക് ഡാറ്റ എത്തുന്നത്. എങ്കിലും മിഡിൽ ഈസ്റ്റിലെയും പാകിസ്ഥാനിലെയും ചില ഉപഭോക്താക്കൾക്ക് വേഗത കുറഞ്ഞതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. മൈക്രോസോഫ്റ്റ് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മിഡിൽ ഈസ്റ്റിലൂടെയുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കിൽ വേഗത കുറഞ്ഞേക്കാമെന്നും എന്നാൽ മറ്റ് പാതകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നും മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിലെ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചതോടെ ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ സുരക്ഷതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഭൂരിഭാഗം ഡേറ്റ ഗതാഗതവും നടക്കുന്ന കടലിനടിയിലുള്ള കേബിളുകൾക്ക് ഭീഷണി വർദ്ധിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും സാമൂഹ്യ ജീവിതത്തെയും ദോഷകരമായി ബാധിക്കും. കേബിളുകൾക്ക് തകരാർ സംഭവിച്ചതോടെ അവ നന്നാക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലായി. കേടുപാടുകൾ സംഭവിച്ച കേബിളുകൾ നന്നാക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. ഇത്തരം വലിയ കേബിളുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഇതിന് പ്രത്യേക കപ്പലുകളും റോബോട്ടുകളും ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ തകരാറുകളുടെ കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മനഃപൂർവ്വമുള്ള അട്ടിമറിയാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞാൽ അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാം. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഡേറ്റ ഗതാഗതം കൂടുതൽ റൂട്ടുകളിലൂടെ വികേന്ദ്രീകരിക്കുന്നതും കരമാർഗം വഴിയുള്ള കേബിൾ നെറ്റ്വർക്കുകൾ ശക്തിപ്പെടുത്തുന്നതിനും ഭാവിയിൽ ഇത്തരം തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. കൂടാതെ സമുദ്രാന്തർ കേബിളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സഹകരണവും ആവശ്യമാണ്. ചെങ്കടലിലെ ഈ സംഭവം ആഗോള ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ ദുർബലതയും അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നിലനിർത്താൻ എത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നു എന്നതും വ്യക്തമാക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി വലിയ തോതിൽ ബാധിക്കില്ലെങ്കിലും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്.